അന്നു പഠിപ്പിക്കുന്ന അന്നു തന്നെ വീട്ടിൽ വന്നിരുന്ന് പഠിച്ച് ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യമേ കൈമുക്കി എഴുന്നേറ്റ് ചാടി ഉത്തരം പറയുന്ന ഒരാളെ അല്ല ഞാൻ. എനിക്ക് എങ്ങനെയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്? ശരിക്കും പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അത്ര നന്നായിട്ട് പഠിക്കൊന്നുമില്ലാതെ ഒരു ആവറേജ് സ്റ്റുഡന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എക്സാംസിനൊക്കെ ജയിച്ച് ഒരുവിധം അങ്ങനെ അങ്ങ് പോകും. കോളേജിൽ നിന്ന് റാങ്ക് ഒക്കെ കിട്ടി അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കാൻ ഞാനത് എങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കിത് ചിരി വരുന്നുണ്ട്. എന്റെ സംസാരം കേട്ടിട്ട് ഞാൻ ഓൺലി മംഗ്ലീഷിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അതുവരെ ഞാനൊരു സാധനം കേട്ടിട്ടേ ഇല്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ പഠിച്ചില്ല. കാര്യം ഇത് കുറച്ച് എഴുതുന്ന പരിപാടിയാണ്. ഞാൻ ഒരു സെമിന് ഒരു ബുക്ക് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. നമ്മുടെ സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ അത് ഒട്ടിച്ച് വെക്കും. ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന നോട്ട്സ് മാത്രം നോക്കിക്കൊണ്ട് ഒരിക്കലും ഇരിക്കില്ലായിരുന്നു. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പഠിക്കാൻ ഇച്ചിരി പാടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. സ്കൂളിൽ എനിക്ക് എങ്ങനെയാണെന്ന് ഓർമ്മ എനിക്ക് വരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമിന് ഒരു 3 ദിവസം മുമ്പായിരിക്കും ഞാൻ ബുക്സ് എടുക്കുക. ഇപ്പൊ ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പഠിക്കില്ല. അതായത് ഡെയിലി വന്ന് പഠിക്കുന്ന ഒരാളെ അല്ല ഞാൻ. അപ്പൊ ഈ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇന്ന് പഠിപ്പിച്ചതിന്റെ ക്വസ്റ്റ്യൻ നാളെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യ എഴുന്നേക്ക് ആൻസർ പറ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര അന്തസ്സായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അറിയില്ല എന്നൊക്കെ. ഞാൻ ഇപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് വെക്കേഷൻ ഓണം വെക്കേഷൻ ഒക്കെ വരുന്ന സമയമുണ്ടല്ലോ, ഞാൻ കുറച്ച് കേരളാമയൊക്കെ അവിടെ വെച്ച് കുറച്ച് സീരീസ് ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് കറങ്ങി നടന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറന്നുകൂടാ. കാര്യം എനിക്ക് അങ്ങനെ ഓർത്ത് വെക്കാനുള്ള ഒരു കഴിവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എക്സാമിൽ പോയി എഴുതി കഴിഞ്ഞ് എന്നോട് ആരെങ്കിലും അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മറന്നു. ആ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് പഠിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സാമിനാണെങ്കിലും ഏത് കുത്തിയിരുന്ന് എഴുതാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് തരും. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം, ആ ഒരു നോട്ട്സ് നോക്കി ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ആ ഒരു നോട്ട്സ് നോക്കി പഠിച്ചിട്ടാണ് ഞാൻ റാങ്ക് വാങ്ങിച്ചത്. ഇപ്പൊ എന്റെ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ആയി കഴിഞ്ഞാൽ എല്ലാവരും ശല്യം ചെയ്യുമായിരുന്നു. അത് 6 or 5 എണ്ണം എഴുതി വെച്ചിട്ട് വരില്ലേ. അപ്പൊ അത് ചെക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിട്ട് മാർക്കിട്ട് തന്നാലും പിന്നെ പഠിക്കാനായിട്ട് ഏത് സമയമാണ് നല്ലത്. ഞാനാണെങ്കിലും കുഞ്ഞായിരിക്കുമ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്നൊക്കെ. ഒരു 3 ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് അതിന് തീരുമല്ലോ ശല്യം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഞാൻ കോളേജിൽ കയറുമ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പോഴും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. കാര്യം എനിക്ക് ഉറപ്പാണ് എനിക്ക് ഒരു സാധനം ഓർമ്മയുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആ നടന്നു പോകാനുള്ള മടിയോട്ട് നമ്മൾ പോകത്തില്ല. പറ്റുന്നവരുണ്ടാവും, എനിക്ക് പറ്റില്ല. 5 മിനിറ്റാണ് പഠിച്ചെന്നല്ല കേട്ടോ. പക്ഷെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും തൊണ്ടി പോകരുത്. എന്റെ ഒരു കാര്യം പറഞ്ഞാൽ സ്ലോ മോഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ആൾരൂപത്തിൽ വന്ന എങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ. അമ്മത്തെ എല്ലാവരും അവളെ എഴുതി തകർക്കുകയാണ്. ടൈമായി പേപ്പർ താടോ പെട്ടെന്ന് പേപ്പർ താടോ എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ടെൻഷൻ ആവും. കൈ കിടന്ന് വരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും സമയം കിട്ടും. പിന്നെ എന്റെ കോളേജിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രതിഭാസമാണ്. ഞാനൊന്നും എഴുതാത്തോണ്ടാണോ എനിക്കൊന്നും അറിയാത്തോണ്ടാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിള്ളേർക്ക് ഇറങ്ങി പോകുന്നതാണോ ഇങ്ങനെ ചിന്തിക്കും ഇവരെന്താ പോകുന്നത്. മാത്രമല്ല എനിക്കിങ്ങനെ ആഗ്രഹം തോന്നുന്നു അവരോട് ഇറങ്ങി പോകാനൊക്കെ. ഞാനിങ്ങനെ വിചാരിക്കും ഞാനിവിടെ പോയാലും മതി എഴുതിയതൊക്കെ ഇത്രയും മതി. ഈ പറയുന്ന ഇറങ്ങി പോയിട്ടുള്ള എല്ലാവർക്കും സപ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ കോളേജിൽ പോയിട്ട് പിള്ളേരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എങ്ങനെ ശരിയാവുന്നത്. ജയിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ റാങ്ക് വാങ്ങിച്ചോണ്ട് വീട്ടിൽ കയറാവണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല.